ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ചാനൽ. ഞാൻ കാർത്തിക് ദിനേശ്. നമ്മളിന്ന് കുറെ കാലമായി പരിചയപ്പെട്ടിട്ട് കണ്ടിട്ട് തന്നെ. അപ്പൊ ഇന്ന് ഞാൻ പാലക്കാട് അച്ഛന്റെ വീട്ടിന്റെ ജോലി സ്ഥലത്ത് ആ വീട്ടിന്റെ അടുത്തേക്ക് മുല്ലകൃഷി തോട്ടത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഇന്ന് ഈ മുല്ലകൃഷി ചെയ്യാനുള്ള ഇതിന്റെ അച്ഛനാണ്. എനിക്ക് ഈ മുല്ലകൃഷി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വന്നത്. യൂട്യൂബിലത്തെ ആൾക്കാർക്ക്, ഇത് കാണുന്ന ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഈ മുല്ലകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ഫസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്? മുല്ലപ്പൂവിന്റെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ ഈ മുല്ലകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏത് സ്ഥലത്താണോ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വെയിൽ കൂടിയ സ്ഥലമാവാം, വെള്ളം കൂടിയ സ്ഥലമാവാം, മഞ്ഞ് കൂടിയ സ്ഥലമാവാം. ഈ കാലാവസ്ഥ അതിന് അനുയോജ്യമാണോ എന്ന് നോക്കണം, ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇനി ഇതൊക്കെ ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് വിപണി കണ്ടെത്തണം. വിപണി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പൂവുണ്ടായി കഴിഞ്ഞാൽ ഇത് വിൽക്കാനൊരു സ്ഥലം വേണം. ആ സ്ഥലം എവിടെ? മാർക്കറ്റ്. ആ മാർക്കറ്റ് അറിഞ്ഞുണ്ട് എങ്കിൽ മാത്രമേ ഇതിൽ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ മുല്ലപ്പൂ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം നിങ്ങളുടെ സ്ഥലത്തിന്റെ കാലാവസ്ഥ, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ മണ്ണ്, വെയില്, വെള്ളം, ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിക്കുക. അതിന്റെ പുറമെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിന്റെ വിപണി ഉണ്ടോ, മാർക്കറ്റ് ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈ മുല്ലകൃഷി ചെയ്യേണ്ടത്. ഇപ്പൊ ഈ 1 ഏക്കറിൽ നമ്മൾ ചെയ്തു വെക്കാം. അപ്പൊ അതിൽ എത്ര മുല്ല ഈ പൂവുണ്ടാവില്ലൊക്കെ അത് പറയാം. അതിന് മുന്നേ ആദ്യം ചോദിച്ചത് എങ്ങനെയുള്ള സ്ഥലത്താണ് മുല്ലകൃഷി ചെയ്യാൻ നല്ലത് എന്ന് ചോദിച്ചാൽ, അതിന് പ്രധാനമായി പറയണ ഒറ്റ കാര്യം വെയിലാണ്. നല്ല വെയില് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വെളിച്ചമല്ല ഉദ്ദേശിക്കുന്നത്, സൂര്യപ്രകാശം പൂർണ്ണമായും. നമ്മൾ ആ ഒരു പറമ്പിന്റെ എവിടെ നിന്ന് നോക്കിയാലും നമ്മളെ കണ്ണിൽ സൂര്യനെ നേരിട്ട് കാണണം. മരങ്ങളുടെ തടസ്സമൊന്നുമില്ലാത്ത നല്ല വെയിൽ കിട്ടുന്ന, എന്നാൽ നനയ്ക്കാൻ കഴിയുന്ന ഏത് സ്ഥലത്തും നമുക്ക് മുല്ല കൃഷി ചെയ്യാം. പക്ഷെ അവിടുത്തെ ആ സ്ഥലത്തിന്റെ കാലാവസ്ഥ മഴ കൂടുതലാണെങ്കിൽ പൂവുണ്ടാവലിന്റെ അളവ് കുറച്ച് കുറയും. അപ്പൊ വെയില് കൂടുതലുള്ള തുറസായ സ്ഥലമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഈ 1 ഏക്കറിൽ എത്ര കിട്ടുന്നുണ്ടാവും? 1 ഏക്കറിൽ പൂവ് എത്ര കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കിലോക്കൊക്കെ ഒരു 40 കിലോ 50 കിലോയിലേറെയൊക്കെ പൂവ് കിട്ടും. പക്ഷെ അത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഈ തൈകൾ കുഴിച്ചിടുന്നതിന്റെ അകലം, തൈകളുടെ ഗുണനിലവാരം, നമ്മൾ കൊടുക്കുന്ന അകലം 1.25 മീറ്റർ വേണം. ഒരു ചെടിയും ഈ തേയിലത്തോട്ടത്തിൽ ചെടികൾ നിൽക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ, തേയിലത്തോട്ടത്തിൽ ചെടികൾ നിൽക്കുന്ന പോലെ വിട്ടിട്ടാണ് ചെടികൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ല അകലം, നല്ല പരിചരണം, നന്നായി കൃത്യമായി അറിഞ്ഞുകൊണ്ട് വളം കൊടുക്കണം, നല്ല വെയില് കിട്ടണം. കീടബാധയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം മൊട്ട് നമുക്ക് ഇതിന്ന് കിട്ടും. അപ്പൊ ഈ നമ്മളെ ഈ മുല്ലേന്റെ ഒക്കെ ചെറുതായിട്ട് കേട് വരികയാണെങ്കിൽ നമ്മൾ അടിക്കേണ്ട സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഓരോ അസുഖത്തിനും അനുസരിച്ച് നമ്മളെ കീടങ്ങൾ ഏതാണ് നോക്കുക, അതിനനുസരിച്ചുള്ള ജൈവരാസ ഏത് മാർഗമാണെങ്കിൽ അത് ചെയ്യാം. എന്തിനാണ് ഈ മുല്ലകൃഷി ചെയ്യുന്ന സമയത്ത് മുല്ലേന്റെ തല മുറിക്കില്ലേ ചിലവരൊക്കെ? എന്തിനാണ്? യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുല്ലച്ചെടിയുടെ തല മുറിക്കുന്നത് എന്തിനാണ്? പ്രൂണിങ് ആണ് ഉദ്ദേശിച്ചത് അല്ലെ? തലമുറിക്കല് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ചെടിയും ആകെ 10 പൂവേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു ചെടിയുടെ തല മുറിച്ചാൽ എന്താ ഉണ്ടാവുക? അതിന്റെ സൈഡിലൊക്കെ വീണ്ടും കൊമ്പുകൾ ധാരാളം വരും, ബ്രാഞ്ചുകൾ വരും. അങ്ങനെ 1, 2, 3 തവണ തല മുറിച്ചു കഴിഞ്ഞാൽ അത്രയും ബ്രാഞ്ചുകൾ പൊട്ടിണ്ടാവും. അപ്പൊ ആ ബ്രാഞ്ചിലൊക്കെ എന്തുണ്ടാവും? മുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സാധാരണ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 10 മുട്ട് കിട്ടുമ്പോ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര അധികം ഇത് കാണാൻ പറ്റും, മുട്ടുകൾ ഉണ്ടാവും. ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ ചെയ്തിട്ട് മഴ നല്ലോണുള്ള സ്ഥലമാണെങ്കിൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ? മഴ നന്നായി ചീഞ്ഞു പോകുന്നില്ല. മഴക്കാലത്ത് പൂവിന്റെ അളവ് കുറച്ച് കുറവുണ്ട് ആവുന്നു മാത്രമേ. നല്ല ചൂടാണെങ്കിൽ നനച്ചു കൊടുക്കണം. വെള്ളം, അതായത് കടക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇത് ചെയ്യുന്നവർക്ക് ലാഭകരമാണോ? അത് മുല്ലപ്പൂവിന്റെ കൃഷി ലാഭകരമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം, ലാഭകരമാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കുറെ ജോലിക്കാരെ വിട്ടിട്ട് പറമ്പ് കിളയ്ക്കാനും തൈ നടാനും തലമുറിക്കാനും വളടാനും വെച്ചാൽ ആ കൂലി മുഴുവൻ കൊടുക്കണം. അപ്പൊ നമ്മൾ തന്നെ അധ്വാനിച്ച് തുടക്കത്തിൽ കൃഷി ചെയ്യാൻ പണിക്കാരെ സഹായം തേടിയിട്ട് പിന്നെ അതിനുശേഷമുള്ള എല്ലാ പണികളും എന്ത് ചെയ്യണം? നമ്മൾ തന്നെ വളടല്, വെള്ളമൊഴിക്കല്, തലമുറിക്കല്, പൂ പൊട്ടിക്കല്, അത് പൂ കൊണ്ടുപോകല്, ഇനി മാല കോർക്കല്, ഇങ്ങനത്തെ എല്ലാ പണികളും ഒരു വീട്ടുകാര് ഒരു സംരംഭം തുടങ്ങിയിട്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 100% ലാഭകരമാണ്. പക്ഷെ വിപണി കൂടി കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യമുണ്ട്. വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ
സ്വന്തമായി സ്ഥലമുള്ള ആളുകൾക്ക് ചെയ്ത് ലാഭകരം ആക്കിയെടുക്കാൻ പറ്റും. ഇതിലെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇതിന് അസുഖം വരും, കീടബാധി അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സമയത്തെ മുട്ടൊക്കെ നശിച്ചു പോകും. അപ്പോൾ നമുക്ക് വരുമാനം കുറയും. എന്നാലും കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ പരിചരിച്ചാൽ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗം തന്നെയാണ് കുറ്റിമുല്ല കൃഷി. നമ്മൾ ഈ കോട്ടയ്ക്ക് നമ്മുടെ വീടില്ലേ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും ഞങ്ങളുടെ വീട്, അവിടെ ഈ നമ്മുടെ മുല്ല കൃഷി ചെയ്യാൻ എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാം. പൂഴിയുള്ള സ്ഥലത്തൊക്കെ പറ്റുമോ? മണല് സ്ഥലത്ത് പറ്റും, അത് പറ്റും. പക്ഷെ എന്താ വെച്ചാല് ഈ ചൂട് കാലാവസ്ഥയിൽ നനച്ച് കൂടുതൽ മുട്ടുണ്ടാവണ പോലെ ആയിരിക്കില്ല മറ്റു സ്ഥലങ്ങളിൽ. വ്യത്യാസമുണ്ട്. ഓരോ ഇവിടെ ശരിക്കും ഇപ്പൊ 40 ഡിഗ്രിയിൽ താന്നൂലേ? 40 കുറവായി. നല്ല ചൂടുള്ള സമയത്തായാലും ഇതിലും മുല്ലച്ചെടിക്കൊന്നും ക്ഷീണം വരും. അപ്പൊ നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറെ അറിവുകൾ പറഞ്ഞു തന്നു. അപ്പൊ അതേപോലെ തന്നെ ഈ മുല്ലകൃഷിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അച്ഛൻ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ.